നമസ്കാരം. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പം പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് സൂഫ്ലേ എന്നാണ്. അപ്പോൾ സൂഫ്ലേ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പൈനാപ്പിൾ അല്ലാതെ മറ്റ് ഫ്രൂട്ട്സും കൊണ്ടും ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം തന്നെ ഞാൻ ഒരു പാക്കറ്റ് പൈനാപ്പിളിൻ്റെ ജെല്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ പാക്കറ്റിനകത്ത് 2 ഡിഫറെൻറ്റ് പൊടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് മിക്സ് ചെയ്തതേ ഉള്ളൂ. കട്ടകളൊന്നും ഉടയ്ക്കാൻ പോയില്ല കേട്ടോ. എന്തായാലും നമ്മൾ തിളച്ച വെള്ളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിന് 500 ml ബോയിലിംഗ് വാട്ടറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ 15 മിനിറ്റ് വെച്ചിരുന്നാൽ തന്നെ അതൊന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ജെല്ലി ഒന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ ഡെസേർട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നോക്കിയതിന് ശേഷം ഇടണേ. പൈനാപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് ആ പഞ്ചസാര ഒന്ന് കുറച്ച് വറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ജെല്ലി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നൈഫ് ഉപയോഗിച്ച് ഇതൊന്ന് ഏത് ഷേപ്പിൽ വേണേലും ഏത് വലുപ്പത്തിൽ വേണേലും ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഡെസേർട്ടിന് കുക്കിംഗ് എന്ന് പറയാൻ പൈനാപ്പിൾ കുക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതും ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതല്ലേ. അതല്ലാതെ വേറെ ഒരു കുക്കിംഗ് പ്രോസസ്സും ഇല്ല. അപ്പോൾ ഏത് പ്രായക്കാർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഡെസേർട്ടാണ് ഇത്. അപ്പം ഞാനിവിടെ ജെല്ലി എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്പാച്ചുല വെച്ചോ മറ്റും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജെല്ലി ഇളകി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിളും എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം ഞാനിവിടെ 250 ml ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇത് മുഴുവനായിട്ടും ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാക്കറ്റ് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പാക്കറ്റ് 210 ഗ്രാം ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാമിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൈനാപ്പിളിനും അത്യാവശ്യത്തിന് മധുരം ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലൂസായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പം നല്ല ടൈറ്റായിട്ട് കിട്ടുവേ. എന്താ തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ മധുരം പോരാൻ തോന്നിയപ്പോൾ ഒരല്പം കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിളും ജെല്ലിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ജെല്ലിയാണ്. അപ്പോൾ ഇനി ജെല്ലിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂഫ്ലേ റെഡിയായി. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. എത്ര തണുപ്പിക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കുമേ. ടേസ്റ്റ് മാത്രമല്ല കൺസിസ്റ്റൻസി മാറും, നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗസ്റ്റിനൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ.